കടൽക്ഷോഭത്തിന് പിന്നാലെ മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മറിഞ്ഞ വള്ളം കടലിലേക്ക് ഒഴുകിപ്പോയി. രാവിലെ 6:45ഓടെയാണ് അപകടമുണ്ടായത്. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കടൽക്ഷോഭം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ കടലിൽ പോയ തൊഴിലാളികളുടെ വള്ളം മറിഞ്ഞു. എന്തായാലും വള്ളം ഒലിച്ചു പോയെങ്കിലും ജീവൻ രക്ഷിക്കാനായ സാഹചര്യം. 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയെന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, ഇന്ന് രാവിലെ 6:45ഓട് കൂടിയായിരുന്നു കടലിൽ നിന്നും മീൻ പിടിച്ച് തിരികെ വരികയായിരുന്ന വള്ളം മുതലപ്പുഴയിൽ മുനമ്പിൽ വെച്ച തിരയിൽപ്പെട്ട മറിയുന്നത്. 5 തൊഴിലാളികൾ വള്ളത്തിലുണ്ടായിരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശിയുടേതായിരുന്നു വെള്ളം. ഇവരെ 5 പേരെയും രക്ഷപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വള്ളം തിരികെ കടലിലേക്ക് തന്നെ ഒഴുകിപ്പോയി. അതോടൊപ്പം തന്നെ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ ഈ തീരത്ത് ശക്തമായ കടലാക്രമണവും തിരയും കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ ഒരു വള്ളം മറിഞ്ഞിരുന്നു. അതിനുശേഷം കാലാവസ്ഥാ കേന്ദ്രത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു, വേലിയേറ്റ സാധ്യത കൂടുതലാണെന്ന്. പക്ഷെ എന്തായാലും ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ പോയ വള്ളം പുലർച്ചയോടെ തിരികെ വരുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. നമുക്കറിയാം, അഞ്ചുതെങ്ങ് മുതലപ്പുഴ പ്രദേശങ്ങളിൽ മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മണൽത്തിട്ടയും ശക്തമായ തിരയുമാണ് ഇത്തരത്തിലുള്ള വള്ളം മറിയാൻ കാരണമായിട്ട് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ ദൃക്സാക്ഷികളും പറയുന്നത്. ഇന്നലെയും ഇതേ സമാനമായ രീതിയിൽ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മണൽക്കൂനയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് വള്ളം കവിഴ്ത്തി അടിക്കുകയായിരുന്നു. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ കള്ളക്കടൽ പ്രതിഭാസം 3 ദിവസം കൂടി തുടരുമെന്നുള്ളത് കൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നവർക്ക് പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി അധികൃതരിൽ നിന്ന് വന്നിട്ടുണ്ട്. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്.